ഹോട്ടലിൽ ഉള്ളിൽ കയറിയ ഗായത്രിയുടെ കണ്ണുകൾ അവിടുത്തെ ആഡംബരം കണ്ട് മിഴിഞ്ഞു. സൂര്യൻ അവളുടെ കൈയും പിടിച്ച് പ്രൈവറ്റ് ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സ് സൂര്യനെ വിഷ് ചെയ്യുന്നത് കണ്ട് ഗായത്രി അമ്പരന്ന് നോക്കി. സർ ഇവിടെ എപ്പോഴും വരുന്നത് പോലെയാണല്ലോ ആളുകൾ സാറിനോട് പെരുമാറുന്നത് എന്ന് അവൾ ഓർത്തു. റിസർവ്ഡ് പ്രൈവറ്റ് ഡൈനിങ് സ്പേസിലെത്തിയ സൂര്യൻ അവളെ അവിടുത്തെ പഞ്ഞി പോലെ മൃദുവായ സോഫയിൽ പിടിച്ചിരുത്തി. നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ള എയർ കണ്ടീഷൻ ചെയ്ത VIP പ്രൈവറ്റ് ഡൈനിങ് ഏരിയ ആയിരുന്നു അത്. ഗോൾഡൻ ലൈറ്റിങ്ങും ഷാൻഡ്ലിയേഴ്സിന്റെ വർണ്ണ ലൈറ്റുകളും എല്ലാം ആ റൂമിന്റെ ആഡംബരം ഗായത്രി പേടിയുണ്ട് വിറച്ചു. ഫോണിൽ താൻ കണ്ട ചിത്രങ്ങൾ അവളെ ഭയപ്പെടുത്തി. സൂര്യൻ അവളെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ മുഖത്ത് പേടി തെളിയുന്നതും വിയർപ്പ് പൊടിയുന്നതുമെല്ലാം അവൻ കണ്ടു. അവൾ തലകുനിച്ച് അവന്റെ മുന്നിലിരിക്കുകയാണ്. കൈവിരലുകൾ കൂട്ടിയും അഴിച്ചും ഇരിക്കുന്നുണ്ട്. സൂര്യൻ അവന്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ കുനിഞ്ഞ മുഖം ഉയർത്തി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആ വലിയ മിഴിയിൽ നിന്ന് കണ്ണുനീർ ഉരുണ്ട് കവിളിലൂടെ താഴേക്കൊഴുകി. നീ എന്തെങ്കിലും തെറ്റു ചെയ്തോ? സൂര്യന്റെ ചോദ്യം അവളെ ഉലച്ചു. ഇല്ല സർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ വിക്കി വിക്കി പറഞ്ഞു. പിന്നെ താൻ ഈ കരയുന്നത് എന്തിനാണ്? അവന്റെ ഗൗരവം കണ്ട് അവൾ ഉമിനീരിറക്കി. പേടിയോടെ തന്നെ നോക്കുന്നവളെ കണ്ട് സൂര്യൻ നെറ്റി തടവി. അവൻ ശബ്ദത്തിൽ സൗമ്യത വരുത്തി. താൻ ഇനി പറയൂ, എന്താണ് പറ്റിയത്? സർ, അത്... അവന്റെ നോട്ടം തീക്ഷ്ണമാവുന്നത് കണ്ട് അവൾ വേഗം കയ്യിലിരുന്ന പേഴ്സിൽ നിന്ന് ഫോൺ എടുത്ത് അവന് കൊടുത്തു. സംശയത്തോടെ സൂര്യൻ അതിലേക്ക് നോക്കി. ഒരു പഴയ ഫോണാണ്. സ്ക്രീൻ പൊട്ടിയിട്ടുണ്ട്. ഇതിലെന്താണ്? അവൾ വിറയ്ക്കുന്ന കൈകളോടെ ജയശങ്കർ അയച്ച വാട്സപ്പ് ചാറ്റ് അവനു നേരെ നീട്ടി. ഗായത്രി കണ്ണുകൾ ഇറുക്കി അടച്ച് മുഖം കുനിച്ചിരുന്നു. പേടികൊണ്ട് അവളുടെ ഉടൽ വീണ്ടും വിറച്ചു. സൂര്യൻ അവൾ കാണിച്ച നമ്പറിലെ ചാറ്റ് പതുക്കെ സ്ക്രോൾ ചെയ്തു. ആദ്യം കണ്ട അറ്റാച്ച്മെന്റ്സിൽ അവൻ ക്ലിക്ക് ചെയ്തു. ഓരോ അറ്റാച്ച്മെന്റും കാണും തോറും അവന്റെ മുഖം മുറുകി. നെറ്റിയിൽ വരകൾ വീഴുകയും ചെയ്തു. വന്ന മെസ്സേജുകൾ മുഴുവൻ സൂര്യൻ നോക്കി. അവൻ പതുക്കെ മുഖമുയർത്തി. തല കുമ്പിട്ട് വിതുമ്പുന്നുണ്ട് മുന്നിലൊരുത്തി. അവൻ അവളെ രൂക്ഷമായി നോക്കി. ഗായത്രി. അവന്റെ പരുക്കം ശബ്ദം കേട്ട് അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ഇത് ആരാണ് അയച്ചതെന്ന് നിനക്കറിയോ? അവൾ അവനെ പേടിയോടെ നോക്കി തലയാട്ടി. ആരാണ്? കോളേജിലെ ജയശങ്കർ സർ. അത് നിനക്ക് ഇങ്ങനെ മനസ്സിലായി? ഈ മെസ്സേജുകൾ വന്നതിന് ശേഷം എനിക്ക് കോൾ വന്നു സർ. കുറേ ടൈം ഫോൺ വന്നപ്പോൾ ഞാൻ എടുത്തു. അത് അയാളായിരുന്നു. സൂര്യൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അയാൾ പറയുന്നത് ഞാൻ അനുസരിച്ചില്ലെങ്കിൽ സാറിൻ്റെ സബ്ജക്റ്റ് ഞാൻ പാസ്സാവില്ലെന്ന് പറഞ്ഞു. ഏങ്ങലടിച്ചുകൊണ്ട് പറയുന്നുണ്ടവൾ. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞാൽ ഇതുപോലെയുള്ള എൻ്റെ ഫോട്ടോസ് അയാൾ കോളേജിലെ സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഫോണിൽ വിളിച്ച് ജയശങ്കർ പറഞ്ഞതെല്ലാം അവൾ വിതുമ്പിക്കൊണ്ട് സൂര്യനോട് പറഞ്ഞു. മുഖം പൊത്തി അവൾ വീണ്ടും കരഞ്ഞു. താൻ പിന്നെ എന്തിനാണ് ഇത് എന്നോട് പറഞ്ഞത്? അവൻ പറയുന്നത് പോലെ അങ്ങ് കേട്ടാൽ പോരായിരുന്നു? സർ, അവൻ്റെ സംസാര രീതി മാറിയത് കണ്ട് അവൾ ഞെട്ടി മുഖമുയർത്തി. അവൾ ഇരുന്നു മോങ്ങുന്നു. നീ എന്ത് കാര്യത്തിനാണ് കരയുന്നത്? കോളേജിൽ തന്നെയല്ലേ നീയൊക്കെ പഠിക്കുന്നത്? വിവരമെന്ന് പറയുന്നത് തീരെയില്ലേ നിനക്കൊന്നും? ഇതുപോലെ വല്ലവനും അയച്ച മെസ്സേജസ് കണ്ട് പേടിച്ചിരിക്കുകയാണോ വേണ്ടത്? അവനെ ഭയപ്പെട്ടിരുന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ അവന് സഹായമാവുകയുള്ളൂ.
താൻ വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയല്ലേ? തനിക്കറിയില്ലേ ഇതുപോലെ സെക്ഷുവലി ഹരാസിംഗ് ആയ മെസ്സേജസ് അയച്ച് തന്നെ ഡിസ്റ്റർബ് ചെയ്താൽ അതൊരു ക്രിമിനൽ ഒഫൻസ് ആണെന്നും തനിക്കത് സൈബർ ക്രൈമിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നും? അല്ലാതെ അവൻ പറയുന്നത് കേട്ട് കരഞ്ഞ് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് അവൻ്റെ കാല് പിടിക്കുകയാണോ വേണ്ടത്? തിരിച്ച് നീ അവനോട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്നെങ്കിലും പറഞ്ഞു. സൂര്യൻ അവളോട് ദേഷ്യപ്പെട്ടു. അവളിരുന്ന് പേടിച്ച് കരയുന്നു. കരച്ചിൽ നിർത്ത് ഗായത്രി. അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവളോട് ദേഷ്യപ്പെട്ടു. അവളും പേടിച്ച് എഴുന്നേറ്റു. ഇരിക്കടി അവിടെ. സൂര്യൻ അവളോട് വീണ്ടും ഒച്ചയെടുത്തു. ഗായത്രിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. എടീന്നോ, സാർ എന്താ ഇങ്ങനെ വിളിച്ചത്? ഒരുപാട് അടുത്തറിയുന്ന ആളുകളെ പോലെ. അവൾ പതുക്കെ തലയുയർത്തി നോക്കി. എഴുന്നേറ്റ് നടന്ന് വീണ്ടും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അവൾ അവനെ നോക്കുന്നത് കണ്ട് എന്താണെന്ന് അവൻ പുരികമുയർത്തി ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടി. താൻ പേടിക്കാതെ, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം കേട്ടോ, അവൻ കുറച്ച് സൗമ്യമായി അവളോട് പറഞ്ഞു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പെൺകുട്ടികൾ പാനിക് ആവുകയല്ല വേണ്ടത്, അത് ധൈര്യപൂർവ്വം നേരിടുകയാണ് വേണ്ടത്, അവൻ അവളോട് പറഞ്ഞു. അവൾ പതുക്കെ തലയാട്ടി. ഇപ്പോൾ പെണ്ണിൻ്റെ മുഖത്ത് ഒരു ആശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. അവന് അവളോട് വല്ലാതെ പാവം തോന്നി. ഈ സിറ്റുവേഷനിൽ ആലംബമില്ലാത്ത ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധ്യതയുള്ളൂ. സർ, പിന്നെ അവളൊന്ന് വിക്കി. പിന്നെ ഇന്ന് അയാൾ എന്നോട് ക്ലാസ് റൂമിൽ മോശമായി ബിഹേവ് ചെയ്തു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. എങ്ങനെ? ഗായത്രി ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ മറച്ചു വെച്ചില്ല. അത് കേട്ട് സൂര്യൻ്റെ രക്തം തിളച്ചു. അവൻ്റെ മുഖത്തെ രോഷം കണ്ട് അവൾക്ക് വീണ്ടും കണ്ണു നിറഞ്ഞു. താൻ കുറച്ചൊന്ന് ബോൾഡ് ആവണം. ഇങ്ങനെ തൊട്ടാവാടിയായാൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും, അവൻ പറഞ്ഞു. അവൾ അതിന് തലയാട്ടി. താനിത് എന്താ എന്നോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്? എനിക്ക് സാറിനെ വിശ്വാസമാണ്. അവൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി പോലും വന്നില്ല. അവൻ്റെ മനസ്സ് നിറഞ്ഞു. തൻ്റെ ഇഷ്ടം പറയാതെ തന്നെ അവൾക്ക് തന്നെ വിശ്വാസമാണ്. അവളുടെ ഉള്ളിലും താനുണ്ടെന്ന് സൂര്യന് മനസ്സിലായി. മുഖത്ത് വിരിഞ്ഞ ആഹ്ലാദച്ചിരി അവൻ അവളെ കാണാതെ മറച്ചു. തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കർച്ചീഫ് എടുത്ത് സൂര്യൻ അവൾക്ക് കൊടുത്തു. തൻ്റെ കണ്ണും മുഖവും ഒക്കെ തുടയ്ക്കൂ. അവൾ അത് വാങ്ങാതെ അവനെ നോക്കി. ഉടനെ സൂര്യൻ തന്നെ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. നെറ്റിയിലേക്കും മുഖത്തേക്കുമൊക്കെ വീണ മുടിയിഴകൾ അവൻ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വച്ചു കൊടുത്തു. അവൻ്റെ വിരൽ സ്പർശം അവളിൽ ഒരു കോരിത്തരിപ്പുണ്ടാക്കി. മുടി ഒതുക്കിയപ്പോൾ അവൻ്റെ വിരലുകൾ അറിയാതെ പോൽ അവളുടെ കവിളിലൂടെ ഒന്ന് തഴുകി. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ജാള്യത തോന്നി. കുറച്ചു കഴിഞ്ഞ് അവൾക്ക് വീണ്ടും ടെൻഷനായി. സർ, നമ്മൾ എന്താണ് ചെയ്യുക? താനൊന്നും ചെയ്യണ്ട, സമാധാനമായി ഇരുന്നാൽ മതി. അവൾ സംശയത്തോടെ അവനെ നോക്കി. തനിക്ക് ഒരു ദോഷവും വരാതെ ഞാൻ ഈ കാര്യം നോക്കിക്കൊള്ളാം. അവൾ തലയാട്ടി. താൻ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ? ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ചായ കുടിച്ചിരുന്നു സർ. അത് വൈകുന്നേരമല്ലടോ, ഇപ്പോൾ ഡിന്നർ കഴിക്കാം. സർ, ഞാൻ ഹോസ്റ്റലിൽ ചെന്നിട്ട് കഴിച്ചോളാം. താൻ എത്തുമ്പോഴേക്കും മെസ്സൊക്കെ അടയ്ക്കും. ഇന്നെന്തായാലും താൻ എൻ്റെ കൂടെ കഴിക്കൂ. അവൾ സമ്മതത്തിൽ തലയാട്ടി. എന്താണ് തനിക്ക് വേണ്ടത്? മെനു കാർഡ് എടുത്ത് സൂര്യൻ അവളെ നോക്കി. എന്തെങ്കിലും മതി സർ. അവൻ തന്നെ പ്രോൺസ് ഫ്രൈഡ് റൈസും ചിക്കൻ വറുത്തതും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു. സ്റ്റാർട്ടർ ഡിഷസും കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് അതൊക്കെ പുതുമയുള്ളതാണ്. അവളുടെ പ്ലേറ്റിലേക്ക് അവൻ ഓരോന്നും സെർവ് ചെയ്തു കൊടുത്തു. നുള്ളിപ്പെറുക്കിയാണ് അവൾ കഴിക്കുന്നത്.
സൂര്യൻ അവളെ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് എരിവ് വലിക്കുന്നുണ്ട്. അവൾക്ക് ഇതുപോലെ സ്പൈസി ഫുഡൊന്നും കഴിച്ച് ശീലമില്ല എന്ന് അവന് തോന്നി. കുറച്ച് വെള്ളമെടുത്ത് അവൻ അവൾക്ക് നൽകി. അവൾ വേഗം അത് വാങ്ങി കുടിച്ചു. തനിക്ക് സ്പൈസി ഫുഡ്സ് ഇഷ്ടമല്ലേ? അവൻ്റെ ചോദ്യത്തിന് അവൾ തലയാട്ടി. ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഞാൻ അധികം ഒന്നും ഇങ്ങനെ കഴിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. അവൻ എരിവൊന്നും അറിയാതെ സ്പൂണും ഫോക്കും ഒക്കെ യൂസ് ചെയ്ത് കഴിക്കുന്നത് അവൾ തെല്ലൊരു അത്ഭുതത്തോടെ നോക്കി. എന്താടോ? അവൾ നോക്കുന്നത് കണ്ട് അവൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് അവൾ കണ്ണു ചിമ്മി. കഴിച്ചു കഴിഞ്ഞ സൂര്യൻ അവൾ കഴിച്ചു കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തു. അവൻ എഴുന്നേറ്റത് കണ്ട് ഇടയിൽ അവൾ എഴുന്നേറ്റപ്പോൾ സൂര്യൻ സമ്മതിച്ചില്ല. കരഞ്ഞു വിളിച്ച് വന്നവളുടെ മുഖത്ത് ഇപ്പോൾ ഒരു പ്രകാശമുണ്ടെന്ന് അവന് തോന്നി. അത് തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുറത്താണ് എന്ന് ഓർത്തപ്പോൾ സൂര്യൻ്റെ ഉള്ളം സന്തോഷത്താൽ നിറഞ്ഞു. തനിക്ക് ഐസ്ക്രീം പറയട്ടെ? അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി. സങ്കോചമൊന്നുമില്ലാതെ തന്നോട് പെരുമാറുന്നവളെ സൂര്യൻ ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി. ഏത് ഫ്ലേവർ വേണം തനിക്ക്? അവൾ ഒന്നും പറയാതെ അവനെ നോക്കുന്നത് കണ്ട് അവൻ തന്നെ ഒരു ബട്ടർ സ്കോച്ച് സ്കൂപ്പ് അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്തു. സാറിന് വേണ്ടേ? സാറിന് വേണ്ടേ? അവൾ ചോദിച്ചു. വേണ്ട, തൻ്റേതിൽ നിന്ന് കുറച്ചു തന്നാൽ മതി. അവളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അവളൊന്നും മിണ്ടിയില്ല. സൂര്യൻ അവളുടെ ഭാവമാറ്റങ്ങൾ ആസ്വദിച്ചു. സ്കൂപ്പ് വന്നപ്പോൾ അവൾ സൂര്യൻ്റെ മുന്നിലേക്ക് നീക്കിവച്ചു. സർ, കുറച്ചെടുത്തോളൂ. അത് വേണ്ട, താൻ കഴിച്ചിട്ട് എനിക്ക് തന്നാൽ മതി. അവൾ വല്ലായ്മയോടെ അവനെ നോക്കി. അവൻ ഫോണിൽ ആരെയോ വിളിക്കുകയാണ്. ഗായത്രിയുടെ ഫോൺ ഇപ്പോൾ അവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. റോബിൻ, താൻ എവിടെ എത്തി? വരുന്നടാ, ഇതാ എത്താറായി. അപ്പുറത്ത് നിന്ന് മറുപടി എത്തി. ഫോണിൽ വിളിക്കുന്നതിനിടയിൽ സൂര്യൻ ഗായത്രിയെ നോക്കി. അവൾ സ്പൂണിൽ ഐസ്ക്രീം എടുത്തു കഴിക്കുകയാണ്. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ആ കൈ പിടിച്ച് ഒരു സ്പൂൺ ഐസ്ക്രീം അവൻ്റെ വായിലേക്ക് വാങ്ങിച്ചു. ഗായത്രിയുടെ മുഖം വല്ലാതെ ചുവന്നുപോയി. ബാക്കി അവളോട് കഴിച്ചോളാൻ പറഞ്ഞിട്ട് അവൻ റൂമിൻ്റെ മറ്റൊരു വശത്തേക്ക് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നടന്നു. ഹൃദയം നിറഞ്ഞു കവിയും പോലെ ഗായത്രിക്ക് തോന്നി. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും തരണേ. താങ്ക് യു.